ഹരി ഓം. ശ്ലോകം 10 നോക്കാം. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്ത്വന്വതീ സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് ഒന്ന് പിരിച്ചു നോക്കാം. ത്വത് ഭക്തി തു, അതാണ് ത്വത് ഭക്തിസ്തു. ത്വത് ഭക്തി തു. അപ്പോൾ ഭക്തി കഴിഞ്ഞിട്ട് വിസർഗം ഉള്ളത് കൊണ്ടാണ് ഒരുമിച്ച് വന്നപ്പോഴത്തേനും സ്തു എന്ന് വന്നു. വിസർഗം മാറിയിട്ട് സ്തു. ത്വത് ഭക്തിസ്തു കഥാ രസ അമൃതച്ഛരീ നിർമ്മജ്ജനേന സ്വയം. കഥാരസാമൃതച്ഛരീ നിർമ്മജ്ജനേന സ്വയം. കഥാമൃതച്ഛരീ കഥാരസാമൃതച്ഛരീ നിർമ്മജ്ജനേന സ്വയം. അപ്പം ആ കഥാരസാമൃതച്ഛരീ നിർമ്മജ്ജനേന അത് അത്രയും ഒരു സമസ്ത പദമാണ്. അപ്പം കഥാ രസ അമൃതച്ഛരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതഃ തന്വതി. സിദ്ധ്യന്തി വിമലപ്രബോധ പദവീമക്ലേശതസ്ത്വന്വതി. വിമല പ്രബോധ പദവീം, ആ പദവീം മാറിയിട്ട് ഉണ്ട്, പിന്നെ അക്ലേശത. അപ്പം അമ്മും ആയും മാറിയിട്ട് അവിടെ പകരം മാ വന്നു. ഒരുമിച്ച് പറയുമ്പോഴത്തേനും മാ. പിന്നെ അക്ലേശതഃ അവിടെ ഒരു വിസർഗമുണ്ട്, വിസർഗം മാറിയിട്ട് സ്തന്വതി എന്ന് വന്നു. അപ്പം ഇത് ചേർത്ത് പറയുമ്പോഴത്തേനും വിമല പ്രബോധ പദവീമക്ലേശതസ്ത്വന്വതി. സദ്യസിദ്ധികരീ, സദ്യഃ സിദ്ധികരീ, സദ്യസിദ്ധികരീ. സദ്യഃ അവിടെ വിസർഗം വന്നു. ആ വിസർഗം മാറ്റിയത് കൊണ്ടാണ് രണ്ട് സ ഇരട്ടിച്ച് വന്നിരിക്കുന്നത്. അപ്പം സദ്യഃ സിദ്ധികരീ, അത് ആ വിസർഗം ഇല്ലാതെ പറയുമ്പോഴത്തേനും സദ്യസിദ്ധികരീ. ജയതി ഐ, ജയത്യൈ, ജയതി ഐ വിഭോ സൈവാസ്തു, സാ ഏവ അസ്തു, അതാണ് സൈവാസ്തു. സാ ഏവ, സൈവ അസ്തു മേ ത്വത് പദ പ്രേമ പ്രൗഢി രസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്ത്വന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. ത്വത് ഭക്തി തു, ഭഗവത് ഭക്തിയാകട്ടെ. കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി, സിദ്ധ്യന്തി വന്നു ചേരുന്നു. അപ്പം കഥാരസാമൃതചരീ എന്ന് വെച്ചാൽ ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലുള്ള ആ രസമാകുന്ന എന്തോന്ന് കഥാ അമൃതചരി, ആ അമൃത പ്രവാഹത്തിൽ
മുഴുകിപ്പോകുന്നതിനാൽ താനേ വന്നു ചേരുന്നതും. അപ്പം നമ്മൾ ഭഗവാന്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പം ഉണ്ടാകുന്ന ആ രസമാകുന്ന അമൃതപ്രവാഹം അതിൽ മുഴുകിപ്പോകുന്നതിനാൽ താനേ വന്നു ചേരുന്നതും ആയ എന്തോന്ന് വിമലപ്രബോധ പദവീം അക്ലേശത തന്വതി. വിമലപ്രബോധ എന്ന് വെച്ചാൽ ശുദ്ധ ബ്രഹ്മജ്ഞാന മാർഗത്തെ അക്ലേശത തന്വതി. അക്ലേശത എന്ന് പറഞ്ഞാൽ പ്രയാസം കൂടാതെ തന്വതി തുറക്കുന്നതുമായിട്ട് സദ്യ സിദ്ധികരി ജയതി. സദ്യ എന്ന് വെച്ചാൽ ഉടനെ തന്നെ, ക്ഷണത്തിൽ തന്നെ, സിദ്ധികരി ജയതി, ക്ഷണത്തിൽ തന്നെ മുക്തി നേടുവാൻ പോകുന്നതായി വിജയിച്ചരുളുന്നു. ജയതി വിജയിച്ചരുളുന്നു. ഐ വിഭോ വാതാലയാധീശ്വര. അപ്പം ഐ വിഭോ ഭഗവാനെ, സർവശക്തനായ ഗുരുവായൂരപ്പ. അതാണ് വാതാലയാധീശ്വര. വാദം കാറ്റ്, വായു. അപ്പം വാതാലയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആലയം ഗുരുവായൂര്. ആലയം എന്ന് പറഞ്ഞാൽ വീട്. അപ്പം ഗുരുവായൂരപ്പൻ അതിൻ്റെ അധീശ്വരൻ ആരാണ്? ഗുരുവായൂരപ്പൻ. അതാണ് വാതാലയാധീശ്വര. ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രത സാ ഏവമേ ദ്രുതതരം അസ്തു. ത്വത്പാദം അപ്പം അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള പ്രേമപ്രൗഢിരസാർദ്രത, പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്നു മാത്രം എനിക്ക് വേഗത്തിലുണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. ദ്രുതതരം വേഗത്തിലുണ്ടാകണമേന്ന്. എന്താണ് വേണ്ടത്? ആ ഭക്തി ഒന്ന് കിട്ടണേ, എനിക്ക് ഭക്തി നല്ലതായിട്ടുണ്ടാവണേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചു, ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠം ഭക്തിയോഗം തന്നെയാണ്. ഭക്തിയോഗമാണ് എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട്, ആ ഭക്തി കൊണ്ടാണ് നമുക്ക് മുക്തി കിട്ടാൻ ഏറ്റവും എളുപ്പം എന്നും പറഞ്ഞു വെച്ചു. അതുതന്നെയാണ് ഇതിൽ വീണ്ടും പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അങ്ങയിലുള്ള ആ ഭക്തിയാകട്ടെ കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഉത്കൃഷ്ടം തന്നെയാകുന്നു. ഭഗവാന്റെ ആ കഥാമൃത പ്രവാഹത്തിൽ മുങ്ങുക നിമിത്തം എന്ന് വെച്ചാൽ നമ്മൾ കഥ കേൾക്കുകയും പറയുകയും അത് വീണ്ടും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിമിത്തം, അതിലങ്ങ് മുങ്ങുന്ന നിമിത്തം സ്വയം തന്നെ നമ്മൾ സിദ്ധിയെ പ്രാപിക്കുന്നു. അത് ഭഗവത് കഥകൾ കേൾക്കുന്നവർക്ക് എന്താ വീണ്ടും ആ കഥകൾ തന്നെ കേൾക്കണം എന്ന് തോന്നും. ശ്രീകൃഷ്ണൻ്റെ കഥകളും എത്ര പ്രാവശ്യം നമ്മൾ ആ വെണ്ണകെട്ട കഥകളും പിന്നെ ഉരലിൽ കെട്ടിയിട്ട കഥകളും ഒക്കെ കേൾക്കും തോറും നമുക്ക് അതങ്ങ് എന്തൊരു കൗതുകമാണ് തോന്നുന്നത്. ഒരു കുഞ്ഞിനെ എന്നോളം നമുക്ക് എത്ര അക്രമം കാണിക്കുന്ന കള്ളത്തരം കാണിച്ച് വെണ്ണ കെട്ടതും ഒക്കെ കഥ എത്ര പ്രാവശ്യം നമുക്ക് കേട്ടാലും അത് കേൾക്കും തോറും ഒരു ഭയങ്കര ഇഷ്ടം തോന്നത്തില്ലേ? അപ്പോൾ അതുവഴി നമുക്ക് ഭക്തി തോന്നത്തില്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ലൗകികമായ വിഷയങ്ങളിൽ നിന്നും വിരക്തരാകുന്നു നമ്മൾ ഈ കഥകളൊക്കെ കൂടുതൽ കേൾക്കും തോറും. അപ്പോൾ അങ്ങനെ ആ ലൗകിക വിഷയങ്ങളിൽ നിന്നും വിരക്തി ഉണ്ടാകുന്ന നിമിത്തമായിട്ട് നമുക്ക് എന്ത് വരുന്നു? ചിത്തശുദ്ധി ഉണ്ടാകുന്നു. അപ്പോൾ താനേ തന്നെ ഭക്തിയും ഉണ്ടാകുന്നു. അപ്പം പിന്നെ നമ്മൾ ദേഹാഭിമാനമൊക്കെ വെടിഞ്ഞ് ബ്രഹ്മജ്ഞാനിയായിട്ട് മുക്തിയെ പ്രാപിക്കുന്നു. അതാണ് അങ്ങനെ ക്ഷണത്തിൽ തന്നെ ഫലസിദ്ധി കൈവരുന്ന ഒന്നാണ് ഭക്തിയോഗം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ തൃച്ചേവടികളിലെ പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് ആ ചിത്രാർദ്രത്തെ കൈവരുന്ന ആ ഭക്തിയെ തന്നെ എനിക്ക് വേഗത്തിൽ പ്രദാനം ചെയ്യണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. ഭട്ടതിരിപ്പാട് നമുക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കും അത് തന്നെ പ്രാർത്ഥിക്കാം, എത്രയും ഭക്തി നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പനോട്. അങ്ങനെ അത് പറഞ്ഞ് രണ്ടാമത്തെ ദശകം അവസാനിപ്പിക്കുകയാണ്.